People call me Uche. This is my entertainment. ഇതിനെ ആ ചെറിയ സ്പാൻഡറും കൂടെ കൊടുക്ക്. ഇപ്പൊ ശരിയായിട്ട്. അതായത് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം, ഈ ഭൂമി ലോകത്തിൽ ഒരു സൃഷ്ടാവ് ഉണ്ട് എന്നത് എല്ലാവർക്കും അറിയുന്ന വിഷയമാണല്ലോ. ആണോ? അത് ഇല്ല എന്ന് സമർത്ഥിക്കാൻ എന്താണ് നിങ്ങൾക്ക് പ്രേരണ നൽകുന്ന കാര്യം? അല്ല, എല്ലാവർക്കും അറിയുന്ന വിഷയമാണല്ലോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണെന്ന് ആരാ പറഞ്ഞു? ഞാനൊരൊറ്റ തള്ളല. അതായത് ആ ഏതൊരു വസ്തുവിനെ നമ്മൾ സങ്കല്പിച്ചാലും ആ അതൊക്കെ ഒരു കാരണത്താൽ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ, ഒന്നും ഉണ്ടാകുന്നില്ലല്ലോ. കാരണത്താൽ ഉണ്ടാകുന്നു. ആ കാരണം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പം ഞാനുണ്ടായത് എന്റെ ഉമ്മ വാപ്പ ഉണ്ടായത് കൊണ്ടാണ്. എന്നെ ഭാഗത്ത് ഏത് വസ്തു ഒരു പേന ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതൊരു കമ്പനിക്കാരത് ഉണ്ടാക്കി അടിച്ചിറക്കിയാണ് ഉണ്ടാക്കിയത് കൊണ്ടാണ് ഉണ്ടായത് എന്ന രീതിയിൽ എല്ലാ വസ്തുക്കളും നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? അല്ലാത്തൊരു വസ്തു ഉണ്ടെങ്കിലും നമുക്ക് പറയാൻ കഴിയോ? കഴിയോ? ഏതാണുള്ളത്? കഴിയോന്ന് ചോദിക്കാണ്. അങ്ങനെ കഴിയോ? കഴിയൂല. ഏത് വസ്തുവാണെന്നുണ്ടെങ്കിലും അതിന്റെ പിന്നിൽ ഒരു ഒന്നെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കഴിവ് എന്തെങ്കിലും ഉണ്ടാവണം, അല്ലാതെ സ്വന്തം ഉണ്ടാവുന്നില്ലല്ലോ. ഉറപ്പാണോ? അതെ. മാറ്റി പറയോ? ഏയ് ഇല്ല. പണി വരുന്നുണ്ടവർ. എന്നാ പിന്നെ അള്ളാഹുവിനാരാ ഉണ്ടാക്കിയത്? അപ്പൊ അള്ളാഹുവിനാരാണ് ഉണ്ടാക്കിയത്? അതായത് അള്ളാഹു എന്ന് പറയുന്ന ആ സൃഷ്ടാവ് അദ്ദേഹം സ്വയം ഉണ്ടായി. അവിടെ മാത്രമേ സ്വയം എന്ന് പറയാൻ പറ്റുള്ളൂ. അതെങ്ങനെ ശരിയാവുക? നിങ്ങൾക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഉണ്ടാവാൻ ഒരു കാരണോ ശക്തിയോ വേണം, പക്ഷെ അള്ളാഹുവിന്റെ കാര്യത്തിൽ അത് വേണ്ട. നിങ്ങൾ എന്താ ഇപ്പൊ മാറ്റി പറയണത്? മനുഷ്യരുടെ ജാതകമല്ലേ, മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ സമയം നന്നായിരുന്നു, ഇപ്പൊ മോശം. അതെങ്ങനെ ശരിയാവുക? നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പറ. അതാ പറഞ്ഞത്, ഈ ഭൂമി അള്ളാഹു അല്ലാത്ത ഈ ഭൂമി ലോകത്തുള്ള സകലമായ വസ്തുക്കളും എല്ലാ സംഗതികളും അള്ളാഹു ഉണ്ടാക്കി, അള്ളാഹു സ്വയം ഉണ്ടായി. അത് ശരി, അതെങ്ങനെ ശരിയാവാന്ന് ഞാൻ ചോദിക്കണേ. നീ എന്നോടാ രാവിലെ പരസ്പരമൊന്നും ഇല്ലാത്ത ഓരോ വർത്തമാനം പറഞ്ഞോണ്ടിരുന്നേ? നിങ്ങൾ എന്നല്ലേ പറഞ്ഞ എന്തുണ്ടാവണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരാൾ വേണമെന്ന്. അപ്പൊ പിന്നെ അള്ളാഹുവിന് ഒരാൾ എന്തുണ്ടാവണമെങ്കിൽ അതിന്റെ പിന്നിലൊരു വാളും ഏത് വസ്തുക്കളും. അതിപ്പോ അള്ളാഹുവിനും ബാധകല്ലേ? അള്ളാഹു എന്നുള്ള ഒരു വസ്തു, ഒരു സംഗതി, ഒരു വസ്തുവായിട്ട് നമ്മൾ കാണുന്നില്ലല്ലോ. അത് പിന്നെന്താ, ശക്തിയാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അപ്പൊ ശക്തി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരാൾ വേണമെന്നല്ലേ നിങ്ങൾ നേരത്തെ പറഞ്ഞത്? മനസ്സെത്തുന്നിടത്ത് കാലെത്തുന്നില്ല പട്ടാളക്കാരാ. അള്ളാഹു അല്ലാത്ത ബാക്കിയുള്ള വസ്തുക്കൾ എന്നാണ്. അതെന്ത് ഈ അള്ളാഹു അല്ലാത്തത് എന്നുകൊണ്ട് എന്താ? അതെങ്ങനെ ശരിയാവുക? അങ്ങനെയാണെങ്കിൽ എനിക്ക് പറഞ്ഞൂടെ, ഡിങ്കൻ അല്ലാത്ത എല്ലാ സാധനത്തിനും ഒരു സൃഷ്ടാവ് വേണമെന്ന് പറഞ്ഞൂടെ എനിക്ക് വേണമെങ്കിൽ? ഡിങ്കൻ എന്ന് പറയുന്ന സംഗതി ഇല്ലല്ലോ. അത് ശരി, അപ്പൊ അള്ളാഹു ഇല്ലല്ലോ എന്ന് എനിക്ക് പറഞ്ഞൂടെ അങ്ങനെയാണെങ്കിൽ? നിങ്ങൾ ഈ ഡിങ്കൻ എന്ന് ഉദ്ദേശിക്കുന്ന അള്ളാഹുവിന്റെ സ്ഥാനത്ത് നിങ്ങൾ ഡിങ്കൻ എന്ന് പറയുന്ന ഇനിയിപ്പോ പോട്ടെ, ഇനി അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്ന് കൂട്ടും, അത് അള്ളാഹു ആണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? അത് ബ്രഹ്മാവായിക്കൂടെ? അത് ബ്രഹ്മാവായിക്കൂടെ, ജിംബൂംബെ ആയിക്കൂടെ, സിയൂസ് ആയിക്കൂടെ? എന്ത് പറ്റി രമണ? ഓരോരുത്തരും ഓരോ പേര് പറയുന്നു. ചിലപ്പം അത് മുസ്ലിമീങ്ങളായ ആളുകൾ പറയുമ്പോ അത് ഓല് വേറെ പേര് വിടും. അപ്പൊ അള്ളാഹു, സിയൂസ്, ബ്രഹ്മാവ് ഒക്കെ ഇതൊന്നും തന്നെ? അപ്പൊ നമ്മള് മുസ്ലിമീങ്ങളാവുമ്പോ അള്ളാഹു എന്ന് പറയുന്നത് ഇതൊക്കെ ഒന്ന് തന്നെയാണോ? നിങ്ങളെ നിരീശ്വരവാദികളായ ആളുകള്, നിങ്ങളെ പോലത്തെ ആളുകള് പിന്നെ ഡിങ്കൻ അങ്ങനെയൊക്കെ വെച്ചോട്ടെ, അതൊന്നും പ്രശ്നമില്ലല്ലോ. അല്ല, ഇതൊക്കെ ഒന്ന് തന്നെയാണോ? ലോകത്തിന് ഈ അതൊന്നായിട്ട് കൂട്ടാൻ നമുക്ക്. അപ്പൊ ഈ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന സ്ഥാനത്ത് നമുക്ക് ഡിങ്കാഹു അക്ബർ എന്ന് പറയാൻ പറ്റുമോ? എന്ന് പറഞ്ഞാല് നിങ്ങളെ വിശ്വാസത്തില് സൃഷ്ടാവായിട്ട് ഡിങ്കനെ നിങ്ങൾ കണക്കാക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമുണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നാ ഞാൻ ചോദിക്കണേ. നമ്മക്കിപ്പോ ആരായാലും കുഴപ്പമൊന്നുമില്ല.
നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അള്ളാഹു അക്ബർ എന്ന് പറയണ പോലെ നിങ്ങൾക്ക് ഡിങ്കാഹു അക്ബർ എന്ന് പറയാൻ പറ്റുമോ? നിങ്ങളത് സൃഷ്ടാവായിട്ട് വെക്കുന്നുണ്ടെങ്കിൽ പറ്റും നോക്കും. നിങ്ങളൊന്ന് പറഞ്ഞേ, ഡിങ്കാഹു അക്ബർ എന്നൊന്ന് പറഞ്ഞേ. എന്താ അതിന് എന്റെ വിശ്വാസം അതല്ലല്ലോ. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. അതെന്താ ശരിയാവത്തെ? നിങ്ങൾ സൃഷ്ടാവായിട്ട് നമ്മതിന് അള്ളാഹു എന്ന് ഞങ്ങൾ പേര് കൊണ്ട് മാത്രമേ അള്ളാഹു എന്നുള്ള വ്യത്യസ്തനാണ്. നിങ്ങൾ പറഞ്ഞത് ശക്തിയൊക്കെ ഒന്ന് തന്നെയാണ്, അത് പേര് മാത്രം വ്യത്യാസമുള്ളൂ എന്നല്ലേ പറഞ്ഞേ? അപ്പൊ പിന്നെ ഡിങ്കൻ എന്ന് വെച്ചാൽ എന്താ കുഴപ്പം? നിങ്ങളങ്ങനെ വെച്ചോളി, പ്രശ്നമില്ല. നിങ്ങൾക്ക് എന്താ അങ്ങനെ വെക്കാൻ പറ്റാത്ത? 99 നാമങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞത് അള്ളാഹുവിന്. വേറെ അഡീഷണൽ ഒരു നാമം പാടില്ലേ? ആ ലിംഗൻ എന്നുള്ള സ്ഥാനത്ത് നിങ്ങൾ ആ 99 നാമത്തിൽ ഏതെങ്കിലും ഒന്ന് വെച്ചു കൊടുത്താൽ പോയി. ഇത് തന്നെ ആവണം നിങ്ങൾ ദിനങ്ങൾ വാശി പിടിക്കണത്. 99 എണ്ണം വേണമെന്ന് എന്തിനാ നിങ്ങൾ വാശി പിടിക്കണേ? ഒരു 99+1 ആയാലും എന്താ കുഴപ്പം? അപ്പൊ നിങ്ങളല്ലേ വാശി പിടിക്കണം. 99 പറ്റുള്ളൂ, 100 പറ്റൂല എന്ന് ആരാ വാശി പിടിക്കണത്? ഞാനാണോ? നിങ്ങളല്ലേ വാശി പിടിക്കണേ? അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും ഇത് അംഗീകരിക്കാം. നിങ്ങൾ അംഗീകരിച്ച സംഗതി എന്ത്? ഭൂമി ലോകം ഏത് വസ്തുക്കൾ ഉണ്ടാവണമെങ്കിൽ അതിന്റെ പിന്നിൽ ശക്തി വേണം. ഞാനത് അംഗീകരിക്കുന്നു. ഞങ്ങൾ പറയുന്നു, ഞാനത് അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല, അത് അള്ളാഹുവിന് ഉണ്ടാക്കാനും പിന്നിൽ ഒരാളുണ്ടെന്ന് ഞാൻ അംഗീകരിച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ വ്യത്യാസം. അള്ളാഹു എന്ന് പറയുന്ന സംഗതി ഉണ്ടാക്കാൻ അള്ളാഹുവിന്റെ പിന്നിലുള്ള സംഗതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതാ? ഞാൻ പറഞ്ഞു തരാം, വെരി സിമ്പിൾ. അതായത് മറ്റേ ഇതല്ലടാ, നിങ്ങള് ഒരാളുണ്ട് എന്ന് പറഞ്ഞത് ഏതാന്ന് പറഞ്ഞത് നിങ്ങള്? അത് നമുക്ക് അറിയില്ല, അത് കണ്ടുപിടിക്കണം. അള്ളാഹു നിങ്ങൾ ഉണ്ടാക്കണം എന്ന് നിങ്ങൾ പറയുമ്പോ ഞാൻ പറയുന്നു അള്ളാഹുവിനെ ഉണ്ടാക്കാൻ ഒരാൾ വേണം. ഓ, അത് ശരിയാണല്ലോ. അതിന് ലോകത്ത് ഇന്നേ വരെ ഒരാളും അത് കണ്ടെത്തിയിട്ടില്ല. ഒരു സാങ്കല്പികമായ ഒരു നമ്മള് വെയിറ്റ് ചെയ്യാം. അത് ഇന്നേ വരെ കണ്ടിട്ടില്ലത്. അത് വെയിറ്റ് ചെയ്യാം. അറിയപ്പെടാത്ത കാലത്തോട് നിങ്ങൾക്ക് അത് അംഗീകരിക്കുന്ന എന്താണ് പ്രശ്നമുള്ളത്? അതിന്റെ ആവശ്യമില്ലെന്നേ. നമ്മൾ അല്ലാഹു അല്ല ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത്, അതിനുള്ള ക്വാളിറ്റി ഒന്നും ഉള്ളതിനില്ല. ഇങ്ങനെ ഒരു ഭൂലോക ഇത്രയ്ക്ക് ആളെയൊക്കെ എങ്ങനെയാ നമ്മൾ അല്ലാഹു എന്ന് വിളിക്കുക, ദൈവം എന്നൊക്കെ വിളിക്കുക? അയ്യേ, മോശല്ലേ? സന്തോഷമുണ്ട്, എല്ലാരും ഇങ്ങനെ തന്നെ ചെയ്യണോട്ടാ. ബനു മുസ്തലിം പിടിച്ച സ്ത്രീകളോട് എന്താ മുഹമ്മദ് നബി ചെയ്യാൻ പറഞ്ഞത്? നിങ്ങളത് കേട്ടിട്ടില്ലേ? എന്താ മലയാളം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? അറബി തന്നെ പറയണമെന്നുണ്ടോ? ഹദീസ് എന്ന് പറഞ്ഞത് അത് അറബിയിലാണ് അത് പിന്നെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അത് മലയാളികൾക്കുള്ളതല്ലേ? മലയാളീകരിച്ചിട്ട് പല രീതിയിലോ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. അത് ഹദീസ് കുട്ടികൾ അറബി കൃത്യമായ രീതിയിൽ ഞാൻ മലയാളത്തിലുള്ളത് എടുക്കുള്ളൂ. ഇവിടെ കൃത്യമായ രീതിയിൽ ഞാൻ മലയാളിയാണ്, ഞാൻ മലയാളത്തിലുള്ളത് എടുക്കുള്ളൂ. മലയാളിയായ എന്നെ ഇത് ധരിപ്പിക്കാൻ പടച്ചോന് കഴിയില്ല എന്നുണ്ടെങ്കിൽ പടച്ചോൻ അത്രയും കഴിവുകെട്ടവനാണെന്നും കൂടി ഞാൻ പറയും. അത്രേ ഉള്ളൂ. മലയാളം അറിയാതെ പഠിച്ചോനോ? നമുക്ക് ബുദ്ധി തന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല ബുദ്ധി തന്നു, മോനെ നീ പഠിക്കുക എന്ന് പറഞ്ഞു. അത് അറബി കൃത്യമായ രീതിയിൽ പഠിക്കാതെ മനസ്സിലാക്കാതെ നമ്മൾ അറബി അവിടുന്ന് ഇവിടുന്ന് വായിച്ചു നോക്കിയിട്ട് നമ്മുടെ മനസ്സിലൂടെ ഈ തരികടയൊക്കെ നിങ്ങൾ കൈവെക്കുക. ഇതൊക്കെ നമ്മൾ കുറെ കേട്ടിട്ടുള്ളതാ. ഈ അറബിയുടെ കുഴപ്പവും മലയാളത്തിന്റെ കുഴപ്പം അതൊന്നും ഇനി ഇവിടെ ചെലവാവില്ല. ആ കാലമൊക്കെ കഴിഞ്ഞു ഉസ്താദെ. ഹദീസ് യൂട്യൂബില് വരും. അതന്നെ പറയണേ, ഹദീസ് യൂട്യൂബിലുണ്ടാവും. സ്ഥിരതയും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ ഹദീസിന്റെ നിങ്ങളെ ഉസ്താദിന്റെ പരിപ്പൊക്കെ കയ്യിൽ വെക്കുക. ഉസ്താദ് ഇത്ര വലിയ ധൈര്യം ഉണ്ടെങ്കിൽ ഉസ്താദ് കൃത്യമായിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞാൽ, മുഹമ്മദ് നബി ഉത്തമ മാതൃകയാണോ, അള്ളാഹു യഥാർത്ഥ ദൈവമാണോ എന്ന വിഷയത്തിൽ ഒരു സംവാദത്തിന് നിങ്ങൾ നേരിട്ട് തയ്യാറാവുക. അവിടെ വെച്ച് ഹദീസ എന്ത് സാധനമാണെങ്കിൽ നിങ്ങൾ അണ്ണാക്കിലേക്ക് ഞാൻ ഇട്ട് തരും. ഓക്കെ, ഇത് നമ്മൾ ഈ കക്കൂസിൽ ഇരിക്കുമ്പോഴല്ല നിങ്ങൾ വിളിച്ചിട്ട് അള്ളാഹുവിന്റെ കഥ പറയേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ കക്കൂസിൽ പോകുമ്പോ ഹദീസുമായിട്ടല്ല പോണത്. ഇപ്പൊ ഞാൻ കക്കൂസിൽ ഇരുന്നിട്ടാ വിളിക്കണത്. പിന്നെ ഈ സാധനം പറയാൻ കക്കൂസിൽ ഇരുന്ന് പറയാവുന്ന കാര്യം ആയതുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ പറ്റുന്നത്. ഞാനത് ചോദിക്കരുതായിരുന്നു. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും.
ചന്ദ്ര ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.